BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയപ്പെടുമ്പോഴും സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേർക്കും ശക്തമായ ജനപിന്തുണയുണ്ടെന്ന് സർവേ റിപ്പോർട്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പോൾ സർവേ നടത്തിയ ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഏജൻസി നടത്തിയ സർവേയിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സർവേ ഫലങ്ങൾ പുറത്തു വന്നത് UDF-ൽ പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് ഇത് തിരിച്ചടിയായേക്കുമെന്ന് വിലയിരുത്തി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരം. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കനഗോലുവിന്റെ നിർദ്ദേശം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 99 മണ്ഡലങ്ങൾ നേടിയപ്പോൾ 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 8 സീറ്റുകൾ കൂടുതലായിരുന്നു ഇത്. ഇതിൽ CPM മത്സരിച്ച 75 സീറ്റുകളിൽ 62 എണ്ണവും നേടി. CPI 17 സീറ്റുകൾ നേടി. UDF-ന് 41 മണ്ഡലങ്ങളിലാണ് വിജയിക്കാനായത്. 2016 93 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 22 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. അതേസമയം മുസ്ലിം ലീഗ് 15 സീറ്റുകൾ നേടി. കണക്കുകൾ നോക്കുമ്പോൾ ഭരണവിരുദ്ധ ഘടകം LDF MLA-മാരെ കാര്യമായി ബാധിക്കുന്നില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. എന്നാൽ LDF MLA-മാർക്കുള്ള ഈ ജനപിന്തുണയ്ക്ക് കാരണം അതത് മണ്ഡലങ്ങളിലെ സർക്കാരിന്റെ വികസന പദ്ധതികളും പ്രാദേശികാടിസ്ഥാന സൗകര്യ വികസനവുമാണെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. UDF MLA-മാരുടെ പ്രകടനത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും LDF MLA-മാർക്കെതിരെ പ്രാദേശിക തലങ്ങളിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല എന്നും ചില നേതാക്കൾ നിരീക്ഷിച്ചു. നിരവധി കോൺഗ്രസ് നേതാക്കൾ വിവിധ യോഗങ്ങളിൽ ഈ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ UDF പരാജയപ്പെടുന്നുവെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഭരണവിരുദ്ധ വികാരം മാത്രം മതിയാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ LDF-ന് പ്രത്യേകിച്ച് CPM-ന് തിരിച്ചടി നേരിട്ടിട്ടില്ല എന്നാണ്. തെരഞ്ഞെടുപ്പിൽ LDF ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിൽ LDF-ന്റെ കയ്യിലുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നത് കൂടാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു വെല്ലുവിളി കൂടി മുന്നിലുണ്ട്. 2016-21 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുമ്പ് കോൺഗ്രസോ സഖ്യകക്ഷികളോ കൈവശം വെച്ചിരുന്ന 11 മണ്ഡലങ്ങൾ CPM പിടിച്ചെടുത്തു എന്നതാണിത്. ഈ വെല്ലുവിളി നേരിടാൻ LDF MLA-മാരെ ലക്ഷ്യം വെച്ച് MLA-മാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിലെ പിഴവുകൾ കണ്ടെത്താൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളോടും UDF നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.